ഈ രാജശ്രീ പറഞ്ഞതുപോലെ ഈ പറയുന്ന ഈ സങ്കല്പപ്രകാരം പൂർണ്ണമായും കൊടിയേറ്റി കഴിഞ്ഞാൽ ദേശവാസികളുടെ അനുഗ്രഹത്തിന് വേണ്ടി കളം കാവൽ എന്ന് പറയുന്ന ചടങ്ങുകൾ പല സ്ഥലങ്ങളിലും ഉണ്ട്. ഈ ദേവിയുടെ മുടിയുള്ള സ്ഥലങ്ങളിൽ, പ്രതിഷ്ഠയല്ല മുടിയുള്ള സ്ഥലങ്ങളിൽ. അപ്പം അതും ഇതും തമ്മിൽ എന്താണ് ഒരു ശരിക്കും? അത് ധ്വജാതി ഉത്സവത്തിന് ഭാഗമല്ലല്ലോ. അല്ല, ഈ പറയുന്ന ഉത്സവമാണ്. ഈ കൊടിയേറ്റ സമയത്താണല്ലോ ഈ പറയുന്ന കളങ്കാവൽ പുറത്തേക്ക് കൊണ്ടുപോകുന്നത്. എല്ലായിടത്തും ഒന്നുമില്ല. അത് അത്യാവശ്യം ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഈ കൊല്ലം വിട്ട് അങ്ങോട്ട് പോകുന്ന സ്ഥലങ്ങളിൽ അവിടെ പ്രാദേശികമായിട്ടുള്ള ഒരു ഉത്സവ പരിപാടിയാണ്. ശരിക്കും ധ്വജാതി ഉത്സവത്തിന് ഇങ്ങനെയുള്ള ചടങ്ങൊന്നുമില്ല. ഇല്ല. അതെന്താ വെച്ചാൽ മുമ്പ് ഒരു കാലത്ത് പടഹാദി ഉത്സവം ആയിരുന്നത്, പിന്നീട് ധ്വജം വന്നപ്പം ധ്വജാതി ആക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഈ പടഹാദി ഉത്സവത്തിന്റെ ചടങ്ങുകളും ധ്വജത്തിന്റെ ചടങ്ങുകളും രണ്ടും വേണ്ടി വരും. ശരി ശരി. ചിലയിടത്ത് ഈ 3 ഉത്സവങ്ങളും കൂടി ഒന്നാക്കും. ഇനിയൊരു ഉത്സവമുണ്ട്, അങ്കുരാതി, മുള. അപ്പം മഹാക്ഷേത്രങ്ങളിലൊക്കെ അങ്കുരാതിയും ധ്വജാതിയും പടഹാദിയും കൂടെ ചേർത്തൊരു ഉത്സവമായിരിക്കും. മുളയൂടും വാദ്യഘോഷങ്ങളോട് കൂടിയിട്ടുള്ള പറയെടുപ്പൊക്കെ ഉണ്ടാവും. പുറത്തേക്ക് എഴുന്നള്ളി പറയെടുക്കും. കൊടിയും കയറ്റും, പള്ളിവേട്ടയും ആറാട്ടും ഒക്കെ കാണും. ഇല്ലെങ്കിൽ കൊടിമര ചുവട്ടിൽ പറയുണ്ടാവും. ചുവട്ടിൽ പറയണ്ടാവും. അപ്പം ഇതിലേതെങ്കിലും ഒരു 3 കൂടെ ചേർന്ന് വന്നാൽ ഈ 3 ഉത്സവത്തിൻ്റെ വകുപ്പാണ്. സാധാരണ ധ്വജാതി ഉത്സവത്തിന് ഇത്രയൊന്നും ഇല്ല. ഈ ചില അമ്പലങ്ങളിൽ ഈ ധ്വജം സ്ഥിരമല്ലെങ്കിലും ഇവർ അടുത്ത വർഷം ഈ ധ്വജം തന്നെ എടുക്കാൻ വേണ്ടി വെള്ളത്തിലിടുന്നു, അങ്ങനത്തെ ചടങ്ങുകളൊക്കെ കേൾക്കുന്നുണ്ട്. അത് ശരിക്കും അതിൻ്റെ ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ ചില അമ്പലങ്ങളിൽ ഓരോ വർഷവും പുതിയ പുതിയ ധ്വജമാണ് അവർ കട്ട് ചെയ്യുന്നത്, അതായത് പെർമനൻ്റ് അല്ലാത്ത ധ്വജങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ശരിക്കും ഐതിഹ്യം എന്താണ്, ഇങ്ങനെ വെള്ളത്തിലിടുന്നതിൻ്റെ ഐതിഹ്യം? വെള്ളത്തിലിട്ട് ഞാൻ സത്യത്തിൽ ആദ്യമായിട്ടൊക്കെ കേൾക്കണം. ആണോ? അതായത് 2 വർഷം 3 വർഷം ഇവർ ശരിക്കും എടുക്കാത്തതിന് വെള്ളത്തിലിട്ടതിന് ശേഷം അടുത്ത വർഷം എടുക്കുന്നു എന്നൊരു സംഭവം പറയുന്നുണ്ട്. പോരായൊന്നുമില്ല, ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷേ എല്ലാ വർഷവും പുതിയത് കിട്ടും. പുതിയൊരു അടയ്ക്കാമരം കണ്ടെത്തും, മുറിക്കും, കൊണ്ടുവരും. ഇപ്പോഴത്തെ അവസ്ഥയിൽ സത്യം പറഞ്ഞാൽ ഈ അടയ്ക്കാമരം മുറിക്കുന്നതിനോട് എനിക്ക് വ്യക്തിപരമായി യോജിപ്പില്ല. സ്ഥിരം ധ്വജം ഉണ്ടാക്കാനുള്ള പണി നോക്കുകയാണ് നല്ലത്. കാരണം എന്താ വെച്ചാൽ, ഒന്ന് ഈ അടയ്ക്കൊക്കെ ഭയങ്കര വിലയാണ്. 2 ഈ ഒരു മരം അത്രയും കായായി വരണമെങ്കിൽ താമസമുണ്ട്. സുലഭമായി പണ്ടുണ്ടായിരുന്ന കാലത്ത് നമുക്ക് കുഴപ്പമില്ലായിരുന്നു, 1 2 പോയാലും കുഴപ്പമില്ല. പക്ഷേ ഇതല്ല ഇപ്പോഴത്തെ അവസ്ഥ. എന്ന് പറഞ്ഞാൽ ഒരു പറമ്പിൽ 4 5 അടയ്ക്കാമരം ഉണ്ടാവുള്ളൂ, അതിനകത്തുനിന്ന് കുറച്ച് അടയ്ക്ക കിട്ടുന്നുണ്ടാവുള്ളൂ. അപ്പം ഇതിൻ്റെ അതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പം നമ്മൾ കുറച്ചുകൂടെയൊക്കെ പരിഷ്കരിച്ച് കാര്യങ്ങൾക്ക് മാറ്റം വരുത്തണം എന്നുള്ളൊരു പക്ഷക്കാരനാണ് ഞാൻ. പിന്നെ ഇപ്പോൾ കരിങ്കല്ല് നമുക്ക് കേരളത്തിൽ പണ്ട് സുലഭമായിട്ട് കരിങ്കല്ലിൻ്റെ വസ്തുക്കൾ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കാലത്ത് നമ്മൾ തേക്കിൻ്റെ തടിയായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇപ്പം കരിങ്കല്ല് വേണേൽ ഉപയോഗിക്കാം. കരിങ്കല്ല് കൊണ്ട് ധ്വജസ്തംഭം ഉണ്ടാക്കുന്നതിൽ തെറ്റില്ല. ചെയ്യുന്നതിന് ഒരുപാട് ക്ഷേത്രങ്ങൾക്കുണ്ടല്ലോ. പ്രത്യേകിച്ചും ഈ കുട്ടനാട് ഭാഗത്തേക്കൊക്കെ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ ഈ കരിങ്കല്ലാക്കാന്നുണ്ടെങ്കിൽ കൊടിമരത്തിൻ്റെ അതായത് അതിൻ്റെ കുറച്ചുകൂടെ കാലപരിധിയിൽ അത് നിൽക്കും. കാരണം പറഞ്ഞാൽ 1000 2000 വർഷമൊക്കെ നിൽക്കാനൊന്നും ബുദ്ധിമുട്ടില്ല. അപ്പോൾ ഈ പള്ളിവേട്ട എന്താണ് രാജേഷ്? പള്ളിവേട്ട എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് അറിയാൻ ആഗ്രഹമുള്ളൊരു സംഭവമാണ്. പള്ളിവേട്ടയുടെ ചടങ്ങുകളൊക്കെ നല്ല രസമാണ്. നമ്മൾ സാധാരണ രീതിയിൽ അധികം ഈ പള്ളിവേട്ട നടക്കുന്ന സമയത്തായിരിക്കും ക്ഷേത്രങ്ങളിൽ ഗാനമേളയൊക്കെ വരുന്നത്. അതെ അതെ അതെ. ഇതൊന്ന് തീർത്തിട്ട് വേണം ഗാനമേള തുടങ്ങാനാണ് പലയിടത്തെ അവസ്ഥ. എന്നുവെച്ചാൽ പള്ളിവേട്ട തീർന്നിട്ട് തുടങ്ങാനുള്ളൊരു വ്യഗ്രതയിൽ അവർ നിൽക്കുക, ആൾക്കാർ ഇത് കാണാൻ തയ്യാറായിട്ട് നിൽക്കുകയും ചെയ്യുമ്പം ഈ പള്ളിവേട്ട ചടങ്ങൊന്നും കാണാൻ അധികം ആളുണ്ടാവില്ല. പള്ളിവേട്ടയുടെ കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ കൃഷിക്ക് നാശം വരുത്തുന്ന ദുഷ്ടമൃഗങ്ങളെ വേട്ടയാടുകയാണ്. ദേവൻ ലാൻഡ് ലോഡ് കൂടിയാണല്ലോ. അതെ അതെ അതെ. അതിൽ അതിൻ്റെ സ്പിരിച്വൽ കോൺസെപ്റ്റിൽ അധർമ്മത്തിൻ്റെ മൂർത്തികളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാസനകളെ ദേവൻ പള്ളിവേട്ടയിലൂടെ ഉന്മൂലനം ചെയ്യുന്നു. ഇതാണ് സങ്കല്പം. എല്ലാ കൊടിയേറ്റുത്സവത്തിനും ശ്രീഭൂതബലി എന്ന് പറഞ്ഞൊരു ചടങ്ങുണ്ട്. ഈ ശ്രീഭൂതബലിയുടെ ചടങ്ങ് കഴിഞ്ഞാൽ നമ്മൾ ശ്രീഭൂതബലിയുടെ അവസാനത്തെ പ്രദക്ഷിണം വരുമ്പോൾ കൊടിമര ചുവട്ടിൽ കൊണ്ടുവന്ന് വിഗ്രഹം ഭദ്രപീഠത്തിൽ വയ്ക്കും. കുറുമ്പുല്ലും അക്ഷതവും ഇട്ട് വയ്ക്കും. അവിടെ നിന്നിട്ട് ഊരാളനോടും തന്ത്രിയോടും പാണിക്കാർ അനുവാദം ചോദിക്കും, പള്ളിവേട്ടയ്ക്ക് പാണി കൊട്ടിക്കോട്ടെ. സാധാരണ ശ്രീഭൂതബലി സമയത്തൊക്കെ ശിവലി വിഗ്രഹം നേരെ എടുത്തുകൊണ്ട് പോരുക പതിവ്. ഇവിടെ അങ്ങനെ കൊണ്ടുവരാറില്ല. ഇവിടെ സാധാരണഗതിയിൽ നമ്മൾ പള്ളിവേട്ടയുടെ ശ്രീഭൂതബലിക്ക് ദേവചൈതന്യത്തെ ശിവലിംബത്തിലേക്ക് സന്നിവേശിപ്പിച്ചിട്ടാണ് കൊണ്ടുവരുന്നത്. ദേവൻ കൂടെ ഉണ്ട്. അവിടെ വെച്ച് അനുവാദം ചോദിക്കും, പള്ളിവേട്ടയ്ക്ക് പാണി കൊട്ടിക്കോട്ടെ. ഇതാണ് അതിൻ്റെ ചോദ്യം.
അപ്പം ഊരാളൻ 3 തവണയും തന്ത്രി 3 തവണയും അനുവാദം കൊടുക്കണം. അപ്പം 3 തവണ ചോദിക്കും, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കും, പള്ളിവേട്ടയ്ക്ക് പാണി കൊട്ടിക്കോട്ടെ. നമ്മൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞാലും വീണ്ടും ചോദിക്കും, പള്ളിവേട്ടയ്ക്ക് പാണി കൊട്ടിക്കോട്ടെ. ആയിക്കോട്ടെ, വീണ്ടും ചോദിക്കും, പള്ളിവേട്ടയ്ക്ക് പാണി കൊട്ടിക്കോട്ടെ. ഇത് 3 പേരോടും ചോദിക്കും, 2 പേരോടും ചോദിക്കും. അതായത് ക്ഷേത്രത്തിൻ്റെ ഉടമസ്ഥനോടും ചോദിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ ഭരണസമിതിയിലുള്ള ആളോട് ചോദിക്കും. ഭരണസമിതി എന്ന് പറയാൻ പറ്റില്ല, ഉടമസ്ഥൻ തന്നെ പറയണം. പിന്നെ തന്ത്രിയോടും ചോദിക്കും. ഈ 2 പേർക്കാണ് ഇതിൻ്റെ അധികാരം. അപ്പോൾ ആവാം എന്നാണ് അനുവാദം കൊടുക്കേണ്ടത്. അനുവാദം കഴിഞ്ഞാൽ നേരെ ഗോപുരത്തിൻ്റെ 2 വശത്തും പോയി തൂവും. അവിടെ ഈ നമ്മളിത് പറയുന്നതോടുകൂടി ഈ ഭൂതഗണങ്ങളുണ്ടല്ലോ, അവർ തയ്യാറായി. അപ്പം ക്ഷേത്രത്തിൻ്റെ ഗോപുരത്തിൻ്റെ 2 വശത്തായിട്ട് 2 പേര് വന്ന് നിൽക്കും. അവർ ദേവനോട് കൂടി അനുഗമിക്കും. ദേവൻ മുന്നോട്ട് പോകുമ്പോൾ അവർ പുറകെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് 2 ഇടത്ത് തൂവും. തൂവ മീൻസ് ഹവിസ് തൂവും. തൂവി അവരെ ചൈതന്യവൽക്കരണം ചെയ്തിട്ട് വേണം നമ്മൾ പള്ളിവേട്ടയ്ക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പോകാനായിട്ട്. അങ്ങോട്ട് പോകുമ്പം വാദ്യഘോഷങ്ങളൊന്നും ഇല്ലാതെ പോകും. അതെ, ആനപ്പുറത്ത് സൈലൻ്റ് ആയിട്ട് പോകും. ഇങ്ങോട്ട് വരുമ്പം വാദ്യഘോഷങ്ങളോട് കൂടിയേ വരുള്ളൂ. അങ്ങോട്ട് പോകുമ്പോൾ എന്തുകൊണ്ടാണ് വാദ്യഘോഷം ഇല്ലാത്തതെന്ന് വെച്ചാൽ വേട്ടയ്ക്കാണ് പോകുന്നത്. അപ്പം സൈലൻ്റ് ആയിട്ട് പോകണം. എന്നിട്ട് ഈ ഗ്രാമാതിർത്തി എന്ന് വേണം ശരിക്ക് സങ്കല്പിക്കാൻ. അപ്പം ഗ്രാമാതിർത്തി വരെ പോകുന്നില്ല. പലപ്പോഴും ക്ഷേത്രത്തിനോടനുബന്ധിച്ച് ഒരു ആലോ ഒരു നാൽക്കവലയോ അങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥലത്തായിരിക്കും ഇതിപ്പം നടക്കുന്നത്. എന്നിട്ട് ഈ ഹിംസ ചെയ്യുന്നതായിട്ട് സങ്കല്പിച്ച് പള്ളിവേട്ടയ്ക്ക് ഒരു വേട്ടക്കുറുപ്പുണ്ട്. ഈ വേട്ടക്കുറുപ്പ് ആചാരപരമായിട്ടുള്ള വസ്ത്രങ്ങളൊക്കെ ധരിച്ചു വന്നിട്ട് ദേവന് വേണ്ടി അസ്ത്രം അയക്കുന്ന ആളാണ് വേട്ടക്കുറുപ്പ്. അവിടെ വന്ന് വീണ്ടും ദേവനോട് അനുവാദം ചോദിക്കും, പള്ളിവേട്ടയ്ക്ക് അസ്ത്രം അയക്കട്ടെ. 3 തവണ അനുവാദം ചോദിക്കും. അപ്പം വേട്ട വിളിയൊക്കെ ഉണ്ട്. ഒരു തോറ്റമ്പാട്ട് പോലൊരു വിളിയാണ് വേട്ടവിളി. വേട്ടവിളിയൊക്കെ കഴിഞ്ഞാൽ ഈ കരിക്കിൻ്റെ കുലയിലേക്ക് അസ്ത്രം അയക്കും. അസ്ത്രം അയച്ചിട്ട് ഇത് ചിലയിടത്ത് ഭൂതാണങ്ങളുടെ വേഷത്തിലൊക്കെ ആളുകളുണ്ടാവും. ചിലർ അഭ്യാസികളുടെ വേഷത്തിലായിരിക്കും. ചിലയിടത്തൊന്നും ഉണ്ടാവില്ല, കൈ പിടിച്ചുകൊണ്ട് പോരും. എന്നിട്ട് ഇത് കൊണ്ടുവന്ന് നേരെ മണ്ഡപത്തിലാണ് കൊണ്ടുവയ്ക്കുക. ഈ വേട്ടയാടിയതിനെ മണ്ഡപത്തിൽ കൊണ്ടുവന്ന് വയ്ക്കും. ഈ ദേവൻ നമ്മൾ ആദ്യം തന്നെ ദേവനെ ചൈതന്യം ആവാഹിച്ചാണ് വെളിയിലേക്ക് പോയതെങ്കിൽ പിന്നീട് കൊണ്ടുവന്ന് ശ്രീലോകത്ത് കയറ്റാറില്ല, നിർബന്ധമില്ല. പക്ഷെ ചിലപ്പോൾ ശ്രീഭൂതബലിയുടെ അവസാനത്തെ വലത്തിന് പോയിട്ട് തിരിച്ച് കൊണ്ടുവന്ന് ഒരു പുണ്യാഹം ചെയ്ത് ശ്രീലോകത്ത് കയറ്റി ശ്രീലോകത്തുനിന്ന് വീണ്ടും ദേവചൈതന്യത്തെ ആവാഹിച്ചിട്ട് മണ്ഡപത്തിലൊരു ശയ്യ ഉണ്ടാവും. ശ്രീലോകത്തേക്ക് പിന്നെ കൊണ്ടുപോവില്ല. കാരണം വേട്ട കഴിഞ്ഞ് ക്ഷീണിതനായിട്ട് വരികയാണ്. അപ്പോൾ മണ്ഡപത്തിൽ ശയ്യ ഒരുക്കും. ശയ്യ മീൻസ് നമ്മൾ പറയുന്ന ഒരു കിടക്ക. അങ്കുരാതി, അതായത് മുളയിടിയിൽ ഉത്സവമുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ദേവന് വേണ്ടിയിട്ട മുള, ആ മുള എന്ന് പറയുന്നത് സോമകലകളുടെ പ്രതീകമാണ്. ആ മുളച്ച 16 മൺചട്ടികളിൽ മുളച്ച ആ മുളദ്രവ്യങ്ങളെല്ലാം കൊണ്ടുവന്ന് ശയ്യയ്ക്ക് ചുറ്റുമായിട്ട് നിരത്തും. ക്രമമൊക്കെ ഉണ്ട് അതിന്. ആ ഒരു സങ്കല്പത്തിൽ, ആ പ്രകൃതി സങ്കല്പത്തിലാണ് ദേവനെ നമ്മളവിടെ ഇരുത്തി ഒരു പൂജയൊക്കെ കഴിച്ച് ദേവനെ എന്താ പറയുക, ജാഗ്രതയിലിരിക്കുന്ന ദേവനെ സ്വപ്നത്തിലിരിക്കുന്ന ദേവനെ സുഷുപ്തിയിലേക്കും നമ്മൾ ധ്യാനാവസ്ഥയിൽ കൊണ്ടുപോയി, നമ്മുടെ ധ്യാനം കൊണ്ട് കൊണ്ടുപോയി ദേവനെ അവിടെ കിടത്തി സാധാരണ ഒരാളെ ഉറക്കുന്ന പോലെ തന്നെ തുണിയൊക്കെ ഇട്ട് മൂടി പുതപ്പൊക്കെ പുതപ്പിച്ച് ദേവനെ അവിടെ കിടത്തും.